എതിരാളികൾക്ക് മനസ്സിലാവാതെ നമ്മുടെ ആളുകൾക്ക് വിവരം കൈമാറുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കോഡ് ലാംഗ്വേജ് പോലെ കവിതയുടേത് ഒരു കോഡ് ലാംഗ്വേജാണ് എന്ന് പറയാം. കവിതയുടെ ബിംബഭാഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കവിതയുടെ അത് മാത്രമായിട്ടുള്ള ഈ ഒരു രൂപകങ്ങളുടെ ഭാഷയുണ്ടല്ലോ, ഇത് കവികൾ കണ്ടെത്തിയതൊന്നുമല്ല, കവികൾ മാത്രം ഉപയോഗിക്കുന്നതുമല്ല. നമ്മുടെ നാട്ടിലെ സാധാരണ മനുഷ്യർ സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ബിംബങ്ങളുടെ ഈ ഭാഷ. ഇപ്പോൾ ഉദാഹരണത്തിന്, അണ്ടിയോടടുക്കുമ്പോഴറിയാം മാങ്ങൻ്റെ പുളി. നമ്മുടെ നാടൻ ചൊല്ലുകളിലൊക്കെ ഇത് കാണാൻ പറ്റും. അണ്ടിയോടടുക്കുമ്പോഴറിയാം മാങ്ങൻ്റെ പുളി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയാണ്? മാങ്ങയ്ക്ക് നല്ല പുളി ഉണ്ടെന്ന് പറയാൻ വേണ്ടിയൊന്നും അല്ലല്ലോ. നിങ്ങൾക്കൊരാളെ അടുത്ത് പരിചയപ്പെടുമ്പോൾ മാത്രമേ അയാളുടെ സ്വഭാവത്തിൻ്റെ നല്ല വശവും ചീത്ത വശവും ഒക്കെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയാൻ വേണ്ടിയാണ്. എൻ്റെ വീട്ടിലെ അമ്മ എന്നെ എപ്പോഴും ചീത്ത പറയുന്നത്, കുട്ടിക്കാലത്ത് എന്നെ എപ്പോഴും ചീത്ത പറയും, അമ്മ എന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, മുള്ളിൻ്റെ മരട്ട് മുള്ളേ മുളയ്ക്കുള്ളൂ എന്ന് പറയും. തൊട്ടപ്പുറത്ത് അച്ഛൻ ഇരിക്കുന്നുണ്ടാവും, അച്ഛന് ദേഷ്യം പിടിക്കൊന്നുമില്ല. സത്യത്തിൽ അമ്മ അച്ഛനെയാണ് ചീത്ത പറയുന്നത്. മുള്ളിൻ്റെ മറ്റും മുള്ളേ മുളയ്ക്കുമെന്ന് പറഞ്ഞാൽ അച്ഛനെയാണ് അമ്മ കുറ്റപ്പെടുത്തുന്നത്. ഈ അച്ഛന് അയാളുടെ സ്വഭാവം, അയാളുടെ കുരുത്തക്കേടൊക്കെ കുട്ടിക്കും കിട്ടിയിരിക്കുന്നതാണ് ഈ പറയുന്നത്.